പക്ഷേ പോണ്ടേ എങ്ങോട്ട് രാവിലെ പോകുന്നത് പോണ്ടേ ചോദിച്ചു എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ ചെറിയ കറക്കമുള്ളതാണ് അല്ലേ? കറക്കമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആനുവല്യം എടുത്തു, പിള്ളേർക്ക് അവധിയാന്ന് വെച്ചോണ്ട് എടുത്തു. പക്ഷെ പിള്ളേർ സ്കൂളിൽ പോയി, ബൈ മിസ്റ്റേക്ക് എടുത്തു. അപ്പൊ പിന്നെ എന്നാ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ ഓർത്തു. ചുമ്മാ ഒന്ന് ലോക്കൽ കറക്കം. കുറെ ആപ്പിൾ ഇവിടെ പഴുത്ത് നിൽപ്പുണ്ട്, നമുക്ക് അതെല്ലാം ഒന്ന് പോയി കറിച്ച് ഓർഗാനിക് ആപ്പിൾ എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? എന്നിട്ട് നേരെ ഗ്രാമങ്ങളിൽ കൂടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം വണ്ടിയും കഴുകാം. ഓക്കെ അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ. പക്ഷേ പല ആൾക്കാരനോട് ചോദിക്കാറുണ്ട്, ചേട്ടാ നിങ്ങൾ ഈ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്നും ചക്കയൊന്നും ആയില്ല. അത് നമുക്ക് ഓസ്ട്രേലിയ ഉള്ള എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയയിലെ സ്റ്റേറ്റുകളൊക്കെ പല രീതിയിലുള്ളതാണ്. ഏതാ പല അല്ലേ, വ്യത്യസ്തമായ ഭൂപ്രകൃതിയും വ്യത്യസ്തമായ കാലാവസ്ഥയൊക്കെയുള്ളതാണ്. നമ്മുടെ കെയ്ൻസ് ട്രോപ്പിക്കൽ വെതറുള്ള സ്ഥലമുണ്ട്, ഇപ്പം നമ്മുടെ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തർക്കും ഓരോ സ്ഥലം. ഇപ്പം നമ്മൾ ആദ്യം വന്ന് സെറ്റിലായത് നമ്മുടെ ഈ മൊന്താഗി സൈഡിലാണ്, അതായത് കോസ്റ്റ് സൈഡാണ്. ഭയങ്കര മനോഹരമായ ശാന്തസുന്ദരമായ ഗ്രാമങ്ങൾ, ബീച്ചുകളും എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ നാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം നമ്മുടെ ഈ സ്ഥലമാണ്. ബീച്ചുകളും മൊട്ടക്കുന്നുകളും എവിടെ പോയി തിരിച്ചു വരുമ്പോണ്ടല്ലോ, നമ്മുടെ ഗിപ്സ്ലാൻഡിന്റെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേകത. അതായത് നമ്മുടെ ഈ തൊട്ട് കോസ്റ്റൽ സൈഡ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശം തന്നെയാണ്. പക്ഷേ ഈ കെയ്ൻസിലൊക്കെ ആദ്യം വന്ന് താമസിക്കുന്നവർക്ക് അവർക്ക് അവിടെ ചെല്ലുമ്പോഴാണ് ആ ഇഷ്ടവും ആ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ പറയും. പക്ഷേ നമുക്ക് ഇതാണ് നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതിന് ഒരു വീഡിയോ ഉണ്ട്, നല്ല സൂപ്പർ ഒരു വീട്, മണ്ടയ്ക്ക് ഒരു ഫാം ഹൗസ്, നല്ല വ്യൂ ആയിരിക്കും, നല്ല കിഡ് വ്യൂ ആണ്. ഇതൊരു ഡ്രീമാണ്, എന്തെങ്കിലും അങ്ങോട്ട് ഒരു ഫാം ഹൗസ് സ്വന്തമാക്കണമെന്ന്. സ്വന്തമാക്കണോ അതോ പോയി താമസിച്ചാൽ മതിയോ? താമസിച്ചാൽ മതി. നമ്മൾ എയർബിഎൻബിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കും. അപ്പം ഇവിടുത്തെ സീസൺ മുമ്പ് ചക്കയുടെ മാങ്ങയുടെ കാര്യം പറഞ്ഞ കണക്ക് ഇവിടുത്തെ സീസൺ ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ സീസൺ കഴിയും കേട്ടോ. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ സീസൺ. അപ്പോൾ ഏതായാലും ആപ്പിൾ പറിക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. ഏതായാലും പോയി നോക്കാം അവിടെ പഴുത്തുണ്ടോ. ഇന്നാളെ ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ഏതായാലും നേരെ അങ്ങോട്ട് പോയി നോക്കാം. ആപ്പിൾ കിടക്കുന്നുണ്ടോ? ആപ്പിൾ ഇഷ്ടം പോലെ ആപ്പിൾ ഓർഗാനിക്. ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയയൊക്കെ കെയ്ൻസിലൊക്കെ ചക്ക ഉള്ളത് കണക്ക് സീസൺ ഉള്ളതെന്ന് ഇവിടെ ആപ്പിളിൻ്റെ സീസണാണ്. ഇപ്പം ഏകദേശം തീരാറായി, പക്ഷേ എങ്കിലും ഈ ആപ്പിൾ ട്രീയിൽ ഇഷ്ടം പോലെ. ശരി, അവിടെ ചെല്ലുമ്പോൾ റോഡ് സൈഡിലെല്ലാം ചക്കയും മാങ്ങായും കിടക്കുന്നു, ഇവിടെ പകരം ആപ്പിളും പ്ലമ്മും എല്ലാം കിടക്കുന്നു. അതെ അതെ. പിന്നെ അതെ, ഇതാണ് ഒരെണ്ണം പറിച്ച് ഓർഗാനിക് ആപ്പിൾ ഓർഗാനിക് ആപ്പിൾ ഇതുണ്ടോ, ഒരു കേടുമില്ല. ഒരു ഒരു ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ നമ്മളെ ഈ കടയിലൊക്കെ ഇരിക്കുന്ന ആപ്പിളെ ഇത് കൂടുതലല്ലേ, അതായത് വലിപ്പക്കൂടുന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ ഇത് എന്നെ ഇത് വരുത്തിയ ജനിതക മാറ്റം വരുത്തിയ ആപ്പിൾ എന്നൊക്കെ പറയല്ലേ, വലിപ്പം കൂടിയത് പല രീതിയിൽ. പക്ഷേ ഒറിജിനൽ പണ്ട് കാലത്തുള്ള ആപ്പിളിൻ്റെ ഇത്രയും വലിപ്പമുള്ളൂ. ഇതാണ് വലിപ്പം. ഇതിൻ്റെ കേടൊന്നുമല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു ഇത് കേടുമില്ല, ഒന്നുമില്ല. റോഡ് സൈഡിൽ ഇട്ടിട്ടുണ്ടാകുന്നതായിരിക്കും, അതായിരിക്കും. പക്ഷേ ഇഷ്ടം പോലെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പം ആപ്പിൾ നമ്മൾ പറിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളിവിടെ വന്ന് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സ്ഥലം ഞാൻ കാണിക്കുക ഏതായാലും വിശദമായിട്ട്. കണ്ടോ, ഇത് മാത്രം ആപ്പിളുള്ളൂ അല്ലേ? ജിഷ പറിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. കണ്ടോ, ഇത് വേറൊരു അപ്പുറത്തെ ചെടിയുണ്ട്, അതെ അവിടെ ഒരു ചെടിയുണ്ട്, അതെ അവിടെ ആപ്പിൾ ചെടിയുണ്ടോ, അതെ ആ കാണുന്നു. ആ ആപ്പിൾ ചെടിയെന്ന് പറിച്ചതാണ് ഇത്. ആ ആപ്പിൾ ചെടിയെന്ന് പറിച്ചാണ് ഈ ആപ്പിൾ. എന്നാ കിടുക സാധനം അല്ലേ? ഇതല്ലേ ഇതിൻ്റെ കളറുണ്ട്, എന്നാ ടേസ്റ്റ് അത്. ഇതിൻ്റെ ഏറ്റവും വിഷയം നമ്മുടെ വീട്ടിൽ ആപ്പിൾ ഉണ്ടാകാറില്ലേ, ആ വീട്ടിലുള്ളതിന് മുഴുവൻ കേടാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ കേടില്ല എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിക്കാറുണ്ട്. അല്ല, ഇവിടുത്തെ ഈ ബേഡ്സ് ഒന്ന് കഴിക്കണ്ടേ? ബേഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ മടുത്ത്, കാരണം ഇഷ്ടം പോലെ സാധനമല്ല കിടക്കുന്നത് നമ്മുടെ വീട്ടിലതേ. ഒരെണ്ണം പോലും വെറുതെ വിടുന്നില്ല, മൊത്തം ബേഡ്സ് കഴിച്ചോണ്ട് പോവാ. അതെ, അപ്പോൾ ഏതായാലും നമ്മൾ പറിക്കുന്നൊന്നുമില്ല, കാരണം ചെറിയ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരെണ്ണം പറിച്ചു. സൂപ്പർ സാധനം അല്ലേ, നല്ല കിഡു സാധനം. ഓരോ കൊലയിലും നമ്മൾ പറയല്ലേ ഇല ഇങ്ങനെ കണ്ട് ഈ സൈഡിലത്തേക്കാളും ആ സൈഡിലത്തെ കളർ കൂടുതൽ വെയിൽ കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ റോഡ് സൈഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോലോ. ഇച്ചിരി പോകുന്ന വഴിക്ക് അവിടെ ഒരു പുതിയ പച്ചക്കറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിന് കയറി പച്ചക്കറി കട, പച്ചക്കറിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓർഗാനിക്കാണോ? ഓർഗാനിക്കാണ്. അത് അങ്ങനെയുള്ള പച്ചക്കറി ഉൾഗ്രാമങ്ങളിലുള്ള ഓർഗാനിക് ആണല്ലോ. അപ്പോൾ ഏതായാലും നേരെ പോയേക്കാം. നമ്മൾ ഗ്രാമത്തിൽ കൂടെ പോയി ആപ്പിളൊക്കെ കണ്ടു. ആപ്പിൾ കണ്ടു വന്നിരിക്കുന്നത് നമ്മുടെ മുന്തിരിങ്ങ അല്ലേ, മുന്തിരിത്തോട്ടം. ഇപ്പം ഓസ്ട്രേലിയയിലെ മുന്തിരി വൈൻയാർഡ്സ്, അത് മുന്തിരി പറിക്കുന്ന സമയമാണ്. ഓസ്ട്രേലിയയിൽ നമ്മൾ പല സ്ഥലങ്ങളും പോയിട്ടും ഈ സമയത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു അല്ലേ. ഇത് കണ്ടോ, മുന്തിരി കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ മുന്തിരി അല്ലേ. നമ്മുടെ നാട്ടിൽ കുമിളിയിലൊന്നും കിടക്കുന്ന ഒരു സംഭവമാണ് അല്ല ഇത്. കുറ്റിയായിട്ടാണ് സംഭവം, കുറ്റിയാലാണ് ഈ സംഭവം.
നമ്മൾ മുന്തിരി ഉള്ള സ്ഥലത്ത് വന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഓർഗാനിക്, ഈ പറഞ്ഞ ഓർഗാനിക് പച്ചക്കറി കുറച്ച് വാങ്ങിക്കണമെന്നല്ലേ? ഓർഗാനിക് പച്ചക്കറി നമുക്ക് ഓർഗാനിക് പച്ചക്കറി വാങ്ങിക്കാൻ നമുക്ക് അകത്തോട്ട് പോകാം. ഓക്കെ അല്ലേ? ഭയങ്കര രസമുണ്ടല്ലേ? ഇത് കൊറനേല, ഇതിന്റെ വേണം കൊറനേല എസ്റ്റേറ്റ് ഒന്നും അങ്ങനെ കണ്ട ഈ പബ്ബും ഇതെല്ലാം കൂടി നല്ലൊരു ട്രാക്ടർ ഇരിക്കുന്നു. കുറച്ച് പച്ചക്കറിയൊക്കെ അകത്തുണ്ട്. അകത്തോട്ട് കയറിച്ചല്ല. ഇത് മുഴുവൻ ഓർഗാനിക് സാധനങ്ങളായിരിക്കുന്നു കണ്ടോ. വില കൂടുതലാണ് നമ്മുടെ സാധാരണ, പക്ഷേ കിട്ടു സംഭവങ്ങളാണ് കണ്ടോ. എല്ലാം നല്ല പങ്കിനും അതും ഇതും എങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. വൈനൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത് കണ്ടോ. വൈനും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. വൈനും വേണം മേടിക്കാം. എനിക്കൊന്ന് ഇവർ തന്നെ ഇവരുടെ ലോക്കൽ വൈനാന്ന് തോന്നുന്നു. വൈൻ ഷോപ്പാണ്. പിന്നെ ഷോപ്പ് അകത്തോട്ട് നമുക്ക് അകത്തോട്ട് കയറിയതായാലും നല്ല ഐറ്റംസ് കുറേ ഉണ്ടല്ലേ. മുന്തിരിങ്ങ എനിക്കൊന്ന് അവരുടെ സീസൺ ആയാലും ചോദിച്ചു നോക്കാം അവിടെ ഏതായാലും. അത് വൈന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ. ഗ്രേപ്സ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഗ്രേപ്സ് വേറെ ഒന്നുമല്ല, അവരുടെ ലോക്കൽ വൈൻസ് ആണിത്. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തിന്നുന്ന മുന്തിരി അല്ലത്, വൈന് വേണ്ടി മാത്രമാണ്. വൈന് വേണ്ടി മാത്രം കുറച്ച് വൈനും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളതിന് വൈൻ മേടിക്കുന്നില്ല, കാരണം എനിക്ക് വൈനോട് ഒരു താല്പര്യം ഇല്ലാത്ത. നമുക്കെന്നാൽ വിട്ടല്ലോ. കിഴക്കൻ ഒരു റെസ്റ്റോറൻറ്റാണ്. നേരത്തെ ഇവിടെ നമ്മൾ വന്നതാണ്. അപ്പം പക്ഷേ അന്ന് നമ്മൾ അന്ന് റെസ്റ്റോറൻറ്റ് ബാറും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അവർ ഓപ്പൺ ആക്കിയത്. നമുക്കെന്നാൽ വേറൊരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വേറൊരു വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ വലിയ ഒത്തിരി സാധനമൊന്നും വാങ്ങിച്ചില്ല. ഒരു ഹോം മെയ്ഡ് ലസാനിയ വാങ്ങിച്ചു. പിന്നെ ഇത് മെല്ലൻ്റെ ഒരു സ്ഥലം വാങ്ങിച്ചു. മുന്തിരിങ്ങയ്ക്ക് വേണ്ടി വന്നു, പക്ഷേ മുന്തിരിങ്ങ ഇല്ല. നമുക്ക് പോയാലോ. വൈനാട്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ വരണം പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇതിലായിട്ട് വന്നിട്ടില്ല അല്ലേ. ഫിഗ് ആൻഡ് ദ ബേ. നമ്മുടെ ഇന്നാൾ അനുവൊക്കെ വന്ന ഇവിടെ. അവരിവിടെ വന്നു. ഒരു പ്രാവശ്യം എന്നോട് വരാൻ പറഞ്ഞു, പക്ഷേ എനിക്കന്ന് ഡ്യൂട്ടി ആയിരുന്നു, പറ്റിയില്ല. അപ്പം നമുക്ക് പോയി നോക്കാം. അല്ലേ ഇടയ്ക്ക് ബീച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബീച്ച് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എടുത്തേ തൊട്ടടുത്ത് ബീച്ചൊക്കെ ഉണ്ട്. നമ്മൾ വന്ന് നോക്കാം. അതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. ഒരു വലിയ ആല് പോണക്കുള്ള മരമൊക്കെ എൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് പഴയൊരു വീട് പോണക്കില്ലേ, ഇതിന് ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഇതല്ലേ ഇതിൻ്റെ കാർണിയ ദ ഹൂഗ്സ് ഹോം സ്റ്റേ. ഇത് പഴയൊരു ഹോം സ്റ്റേ ആയിരുന്നു ഇത്. അത് ഇപ്പോൾ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഇതാക്കിയതാണ്. ഈ സ്ഥലം നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ചെയ്യുന്ന കോർണല എന്ന് പറഞ്ഞൊരു ചെറിയ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇതുവഴി ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണെന്നറിയോ? ഇതാണ് ബീച്ച് സൈഡ്, ബീച്ചിൻ്റെ തൊട്ട് സൈഡ്. അതാണ് ഫിഗ് ആൻഡ് ദ ബേ എന്ന് പറയുന്നത്. അത് ഫിഗ് ട്രീ ആണെന്ന് തോന്നാൻ നിൽക്കുന്നത്. ഭയങ്കര വലിപ്പം, ഭയങ്കര വലിപ്പം, ഭയങ്കര രസമുണ്ട് കേട്ടോ. സ്വാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഫിലിപ്പ് ഐലൻഡ് ആണ് ആ കാണുന്നത്, കണ്ടില്ലേ? ഫിലിപ്പ് ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, അടിപൊളി, ഭയങ്കര രസമുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. ചെറുതായിട്ട് നല്ല ആംബിയൻസ് അല്ലേ, കിട്ടും ആംബിയൻസ്. റെസ്റ്റോറൻറ്റിൽ കയറി അവരൊരു മെനു ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. നല്ല കുഞ്ഞൊരു വീട് പോകണം, അതായത് അവർ റിനോവേറ്റ് ചെയ്തത്. പറയാൻ ഇപ്പം എന്താ മെനു എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ട് പറയണം അവർക്ക് ഇന്ന് ഓർഡർ എടുക്കാനായിട്ട്. അവിടെ ചെന്നാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ ഭയങ്കര താല്പര്യമല്ലേ? ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും പോലും ഉണ്ടല്ലോ, എനിക്ക് അത് ഉണ്ടെങ്കിൽ അത് എനിക്ക് അതിൻ്റെ സമയം കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇപ്പം അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു ഫ്രൈഡ് റൈസ് പറയാം, ഇന്റർനാഷണൽ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് അല്ലേ. ഇതേ ഫിഗ് ആൻഡ് ദ ബേ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം മെയിനായിട്ട് നമ്മൾ കണ്ടല്ലോ ഫിഗ് ട്രീ കേട്ടോ. അത് ഫിഗ് ട്രീ ആണ്. അതായത് അവിടെ കാണുന്ന ബേ കണ്ടില്ലേ, ഇത് ഫിഗ്. ഇത് നമ്മൾ മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്ന ഫിഗ് ആണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ എങ്ങനെയാണെങ്കിലും അത് ബേഡ്സിന് കഴിക്കാൻ കഴിക്കുന്ന, പക്ഷെ ബേഡ്സിന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ മനുഷ്യനും കഴിക്കാം. അതാണ് ഫിഗ്. അതാണ് അതിൻ്റെ ആ പേര് അനർത്ഥമാക്കുന്നത്. ഇഷ്ടം പോലെ കായാണ്. 150 വർഷം പഴക്കം കാണും അല്ലേ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ട്രീ 150 വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫിഗ് ട്രീ 150-200 വർഷം അടുത്ത് പഴക്കമുള്ള. കാരണം അതിൻ്റെ അടുത്തുള്ള റൂട്ടൊക്കെ ഉണ്ടോ. അത് അടിപൊളിയാണ്, കിടു സാധനം കേട്ടോ. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഫ്രൈഡ് റൈസ് ഇത്രയും നല്ലതായിരിക്കും. നമുക്ക് നോക്കിയാലോ വീട്ടിലുണ്ടാക്കാൻ. ഇത് പിന്നെ ഇന്തോനേഷ്യൻ നാസി സ്റ്റൈലോ അങ്ങനെ കണ്ടോ, ഇന്തോനേഷ്യൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. നമ്മുടെ ആ ഫ്രൈഡ് റൈസ് കൊടുക്കുന്നത്, പക്ഷേ ഇച്ചിരി സ്വീറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. ഒരു അതൊക്കെ ഉണ്ട്, എനിക്കധികം വേണ്ട. ഫ്രൈഡ് എഗ്ഗും എല്ലാം ഉണ്ട്, നല്ല കിടക്കൻ ഫ്രൈഡ് എഗ്ഗും എല്ലാം ഉണ്ട്. കൊള്ളാം.
കയറിയേക്കരുതേ, ഊഞ്ഞാല് കെട്ടാൻ പറ്റുന്നതാ. ഊഞ്ഞാല് കെട്ട സൂപ്പർ. ഞാനും ആലോചിച്ചായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്നാ അറിയോ, അതാകുമ്പോൾ നല്ല ഇങ്ങനെ ഫുഡും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഫുഡ്. പിന്നെ ആംബിയൻസ് അതിനപ്പുറത്തെ അടിപൊളി. പിന്നെ അത് തന്നെയല്ല, ബീച്ചിലോട്ടുള്ള വോക്ക്, അതിൽ നടക്കാൻ പറ്റും, എല്ലാം കൊണ്ട് അടിപൊളി ആണല്ലേ, സൂപ്പറായിരുന്നു. അപ്പോൾ യാത്ര ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എൻ്റെ അവധി ദിവസം ഞാൻ എൻജോയ് ചെയ്തില്ലേ? ഇന്നത്തെ ചെറിയൊരു വീഡിയോ അല്ലേ, ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ചെറിയ ഉൾഗ്രാമത്തിൽ കൂടെ മനസ്സിന് കുളിർമ തരുന്നൊരു വീഡിയോ ആയിരുന്നു. കുളിർമ നിറഞ്ഞ് വീഡിയോ അവസാനിച്ചു അല്ലേ? അതെ. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം. നമസ്കാരം.